വയനാട് ജില്ലയിൽ ഏറ്റവും അധികം ശ്രദ്ധയാകർഷിച്ച മണ്ഡലമാണ് കൽപ്പറ്റ. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയും ചൂരൽമലയും പുഞ്ചിരിമട്ടവും എല്ലാം അടങ്ങുന്ന കൽപ്പറ്റ ദുരന്തത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പമാകുമെന്നുള്ളത് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ആദ്യഘട്ട ഉദ്ഘാടനം നടത്തിയ സർക്കാർ ടൗൺഷിപ്പാണ് LDF മണ്ഡലത്തിൽ നേട്ടമായി ഉയർത്തിക്കാട്ടുന്നത്. വയനാട്ടിൽ ടൂറിസം മേഖല വളരാൻ കാരണമായത് കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണമാണെന്ന് LDF സ്ഥാനാർത്ഥി PK അനിൽകുമാർ. ഈ 10 വർഷത്തിനുള്ളിലാണ് ആ ടൂറിസം വളരെയധികം വളർന്നത്. ഈ ഒരു മേഖല ടൂറിസം ഹബ്ബായി മാറുന്ന ഈ 10 വർഷമാണ്. ആ 10 വർഷം അതിന് സഹായം ചെയ്തു കൊടുത്തത് ഇടതുപക്ഷ ഗവൺമെന്റാണ്. 130 വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് തറക്കല്ലിട്ടു എന്നല്ലാതെ അതിന് മുകളിലൊരു കല്ലിട്ടിട്ടില്ല. നേരിൽ കണ്ട വികസനങ്ങളും നേരിൽ കിട്ടിയ സൗകര്യങ്ങളും അനുഭവിച്ച ജനങ്ങളാണ്. അവർ ഗവൺമെന്റിനെ കൈവിടില്ല. കോൺഗ്രസിനെതിരെ ഇടതുപക്ഷമുയർത്തിയ പ്രചരണങ്ങളെല്ലാം അവർക്കെതിരെ തന്നെ തിരിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് UDF സ്ഥാനാർത്ഥി T സിദ്ദിഖ്. ഞങ്ങൾക്കെതിരെ അറ്റാക്ക് ചെയ്ത സാധനങ്ങൾ മുഴുവൻ അവർക്കെതിരെ തിരിച്ചടിച്ചിട്ടുള്ളൂ. എനിക്കെതിരായിട്ടുള്ള കൂവൽ ഉൾപ്പെടെ കുടിൽ വെച്ചത് ഉൾപ്പെടെ അതൊക്കെ അവർക്കെതിരായിട്ടുള്ളൂ. UDFനെ സംബന്ധിച്ച് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ 2016 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ഗവൺമെന്റ് പറഞ്ഞത് ഇനി പാടികൾ ഉണ്ടാവില്ല, ലയങ്ങൾ ഉണ്ടാവില്ല, ഫ്ളാറ്റുകളായിരിക്കും എന്നാണ് പറഞ്ഞത്. ഈ തൊഴിലാളികൾ ചോദിക്കുന്നത് എവിടെ ഫ്ളാറ്റ്? 10 കൊല്ലമായി ഒരു ഗവൺമെന്റ് വരികയാണ്. എന്നാൽ ഇരു മുന്നണികൾക്കും ടൗൺഷിപ്പ് പദ്ധതികൾ പ്രചരണത്തിന് ഉപയോഗിക്കാനാകില്ല എന്നും ടൗൺഷിപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് NDA മാത്രമാണെന്നും NDA സ്ഥാനാർത്ഥി പ്രശാന്ത് മലവയൽ. 178 വീടുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ BJPയുടെ ശക്തമായിട്ടുള്ള പ്രചരണവും ഞങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളെ അവിടെ ചെന്ന് ബോധ്യപ്പെടുത്തി. ഇതാ ഇന്ന വീടുകളിൽ കക്കൂസിൻ്റെ പണി പോലും കഴിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ താമസിക്കുന്നുള്ള ബോധ്യപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ CPM ടൗൺഷിപ്പിനെ കുറിച്ച് പറയുന്നേയില്ല. പ്രവചനാതീതമായിരുന്നു പല കാലങ്ങളിലും കൽപ്പറ്റ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ജയങ്ങൾ. സംസ്ഥാനമെങ്ങും CPIM BJP ഡീൽ ആരോപണവും വയനാട്ടിലെ ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങളുമൊക്കെ ഏത് മുന്നണിക്ക് അനുകൂലമാകുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്.